നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മകൻ എവിടെ? അവനെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അതാണ് എന്റെ ആവശ്യം. ഇപ്പോ നിനക്ക് നിന്റെ മകനെ കാണാനായില്ലെങ്കിൽ അവനെ മറച്ചുകൊണ്ട് അവന് പ്രതിരോധമായും കവചമായും മറ്റൊരു ശക്തി നിൽക്കുന്നു എന്നാണ് അർത്ഥം. ആട്ടെ, ആരെയാണ് നീ മകന് പകരം കണ്ട് അനിഷ്ടപ്പെട്ടത്? എന്റെ പഴയ ഭാര്യ തൃപ്പങ്ങോട്ട് സുഭദ്രയെ തന്നെ. ഓ, അപ്പോ അതാണ് കാര്യം. നിന്റെ ഭാര്യ എന്നാൽ അവന്റെ അമ്മയാണ്. അവളുടെ അന്ത്യത്തെക്കുറിച്ച് നിനക്കറിയാമല്ലോ. നീയാണ് അതിന്റെ കാരണക്കാരനെന്നും നിനക്ക് ഓർമ്മയുണ്ടാവും. പണ്ട് ദേവിയുടെ സന്നിധിയിൽ ചോര അർപ്പിച്ചാണ് അവൾ സ്വന്തം ജീവൻ വെടിഞ്ഞത്. ആ രക്തതർപ്പണം അവളെ ദേവിക്കൊപ്പം ചേർത്തു എന്ന് കരുതണം. ദേവിയോട് ചേർന്ന നിന്റെ ഭാര്യ ആർക്കും തടയാനാവാത്ത ശക്തിയായി മാറിയിരിക്കുന്നു. മതി. എനിക്ക് അവളെ കുറിച്ചല്ല അറിയേണ്ടത്, എന്റെ മകനെ കുറിച്ചാ. അത് മാത്രം പറയൂ. അല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. എവിടെ അവൻ? എങ്ങനെ അവനെ എനിക്ക് കാണാൻ പറ്റും? ജപിച്ചു കാണിച്ച ജലോപരിതലത്തിൽ കാണാനായില്ലെങ്കിൽ പിന്നെ അത് പറയുക എനിക്കും വിഷമകരമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്രയേറെ ആഗ്രഹപ്പെടുന്ന സ്ഥിതിക്ക് നീ ആ കുട്ടിയെ കാണുക തന്നെ ചെയ്യും. അതിനു പക്ഷേ നിനക്ക് ഈ ദേശം വിട്ട് യാത്ര ചെയ്യേണ്ടി വരും. എന്നാലേ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടക്കൂ. ശരി, ഇവിടം വിടണമെങ്കിൽ ഇവിടം വിടാം. എന്റെ മകൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ പോയി അവനെ കാണാൻ ഞാൻ ഒരുക്കമാണ്. അതാര് തടഞ്ഞാലും അനുസരിക്കില്ല ഞാൻ. അങ്ങനെ പറയരുത്. ഇപ്പോ ഈ ദർശനം കിട്ടാത്തത് തന്നെ നിന്റെ പരാജയത്തിന്റെ ആദ്യ ലക്ഷണമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. പരാജയങ്ങൾ എനിക്കോ? അതെ, നിനക്ക് തന്നെ. ഈ കാലം അത്രയും നിനക്ക് പ്രതിയോഗികൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ ദിവസം തന്നെ നിനക്ക് പ്രതിയോഗികൾ ഉണ്ടായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ നിന്റെ ദേശത്ത് കാലുകുത്തിയിരിക്കുന്നു എന്ന് നീ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്റെ ദേശത്തോ എന്ന് പറഞ്ഞാൽ തൃപ്പങ്ങോട് ദേശത്തെന്നാണ് അർത്ഥം? അതെ, നീ ശത്രു സംഹാരം നടത്തി സ്വന്തമാക്കിയ അതേ നാട്ടിൽ. അവർ കാലുകുത്തിയെന്ന് മാത്രമല്ല, ചില ദേവകാര്യങ്ങൾക്ക് അവർ അവിടെ തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. അത് പൂർണ്ണമായാൽ അവർ കൂടുതൽ ശക്തരായി തീരുമെന്നുറപ്പ്. അത് തടയണം. തടയാനായില്ലെങ്കിൽ നിന്റെ നിലനിൽപ്പ് തന്നെ തകരാറിലായേക്കും. അത് തടഞ്ഞാലേ അജയ്യനായി നിനക്കിനിയും അവിടെ തുടരാനാവും. അല്ലെങ്കിൽ വേണ്ട, ഞാനത് പറയുന്നില്ല. നീ തന്നെ അനുഭവിച്ച് മനസ്സിലാക്കും ഉടൻ തന്നെ. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഞാനും എനിക്ക് ചുറ്റുമുള്ള എല്ലാം മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് നിന്നോടുള്ള വിശ്വാസമൊഴിച്ച് ഒരു വാക്കുപോലും പറയാനാകാതെ ഒരിക്കൽ എനിക്ക് നിന്നെ വിട്ട് ഈ മണ്ണിൽ നിന്നും പോകേണ്ടി വന്നു. ഇന്ന് ഞാനതിന് ക്ഷമ ചോദിക്കുക. നാടും വീടും മാറിയെങ്കിലും എന്നും എപ്പോഴും എന്റെ മനസ്സിൽ ഈ മണ്ണിലെ 2 രൂപങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഒന്ന് നീയും, മറ്റൊന്ന് നിന്റെ മുന്നിൽ വെച്ച് ഞാൻ മാലയിട്ട് സ്വീകരിച്ച എന്റെ കൃഷ്ണേട്ടനും. നിന്നെ കാണാത്തതുപോലെ തന്നെ വർഷങ്ങളായി ഞാൻ എന്റെ കൃഷ്ണേട്ടനെയും കണ്ടിട്ട്. ഇന്ന് ആ വീട്ടിലേക്ക് ഞാൻ പോവും, ഒരു നോക്ക് കാണാൻ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടെ ഈ സന്നിധിയിൽ വെച്ച് കാണാനൊരു കൊതി. ഒരുമിച്ച് നട്ടു നനച്ച ആ ആൽമരത്തണലിൽ 1-2 നിമിഷം നിൽക്കാനൊരാഗ്രഹം. ഞങ്ങളുടെ പേരെഴുതിയ ആ പാറയ്ക്ക് താഴെ നിന്ന് ആ പേരുകള് വായിക്കാനൊരു സന്തോഷം. കൃഷ്ണൻ, രാധ, രാധ, കൃഷ്ണൻ. ഇല്ല,
ഒന്നും മാഞ്ഞു മറിഞ്ഞും പോയിട്ടില്ല. നെഞ്ചിൽ കൊത്തിയതുപോലെ ആ പേരുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട്. അന്ന് ആദ്യമായി അവളെ ഈ കാഴ്ച കാണിച്ച ഓർമ്മകളും. എന്റെ മുഖത്തല്ല, ദാ അവിടെ പാറപ്പുറത്ത്. എന്താണെന്നറിയില്ല, മനസ്സിലെവിടെയോ ഒരു പ്രതീക്ഷ. അന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ പേരുകൾ വായിച്ചതുപോലെ ഇന്ന് ഈ നിമിഷം അവൾ എന്റെ അരികിലെത്തുമെന്ന്. ഈ തോളിൽ ചാഞ്ഞു നിന്ന് ഒരു നിമിഷം സന്തോഷിക്കുമെന്ന്. ഒരുപക്ഷെ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിലോ? പോയി നോക്കാം. ഒരുപക്ഷെ അവളെ കാണാൻ പറ്റും ഇപ്പൊ തന്നെ. പ്രതീക്ഷിക്കുന്നയാളെ കാണുന്നില്ലല്ലോ ഇവിടെയെങ്ങും. ഒരുപക്ഷെ എന്നെയും കാത്ത് പേരെഴുതിയ പാറയ്ക്ക് താഴെ നിൽക്കുകയാണെങ്കിലും ഒന്ന് പോയി നോക്കാം. ഒരുപക്ഷെ കൃഷ്ണേട്ടനെ കാണാൻ പറ്റും ഇപ്പൊ തന്നെ. എന്റെ ഭഗവാനെ, നീ ഒരു കള്ളകൃഷ്ണനാണെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നത്. ഒരുപാട് കൊതിച്ചിട്ടാ കുറച്ച് സമയമുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ആളെ നീ എനിക്ക് കാണിച്ചു തന്നില്ല. എവിടെയാ അവളിപ്പോ? ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? കൃഷ്ണേട്ടാ, ഇത്ര നാളും കഴിഞ്ഞ് ഇവിടെ വന്ന് ഇതൊന്ന് കാണാൻ എന്റെ അടുത്തില്ലല്ലോ. എവിടെയാ? ഒന്ന് വന്നൂടെ എന്റെ അടുത്തേക്ക്? ഇവിടെയൊന്നും ആരും ഇല്ലല്ലോ. വെറുതെ ഒന്ന് കൂവി വിളിച്ചു നോക്കിയാലോ? പേര് കേട്ടാ കൃഷ്ണേട്ടൻ ഓടി വരുമെന്നുള്ളത് ഉറപ്പാ. വരും, ഉറപ്പ്. ഞാൻ വിളിച്ചു നോക്കട്ടെ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.